കഴിഞ്ഞ ദിവസം സൂര്യ എത്തിയത് ഭയങ്കരമായി ആഘോഷിക്കുകയായിരുന്നു. പല ജില്ലയിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ വന്നു, തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ വന്നു. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിലായിരുന്നു പരിപാടി നടന്നത്. സൂര്യ, RJ ബാലാജി, സ്വാസ്തിക, അനഘ, അരുൺ വെഞ്ഞാറമൂട്, അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ അണിയറ പ്രവർത്തനം മുന്നിലും പിന്നിലും ക്യാമറയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എത്തിയ സൂര്യയെ കാണാൻ വേണ്ടിയിട്ടാണ്, തർക്കമൊന്നുമില്ല. സൂര്യയുടെ പ്രസംഗം വരുന്നതിന് മുമ്പ് സംവിധായകനായ RJ ബാലാജി സ്റ്റേജിൽ കയറിയെന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിച്ചു, വാചാലനായി ഒരുപാട് സംസാരിച്ചു. അതിനിടയിൽ ഒരു കാര്യവും കൂടി RJ ബാലാജി പറഞ്ഞു. RJ ബാലാജി കൊട്ടിയത് കോൺഗ്രസിനെയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രി പൊസിഷനെ കുറിച്ചാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി തർക്കങ്ങൾ വളരെയധികം ഗംഭീരമായിട്ട് തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 4-ാം തീയതിക്ക് വോട്ടെണ്ണൽ നടത്തി 102 സീറ്റിന് ഗംഭീരമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നു. 35 സീറ്റ് എന്ന ദയനീയ അവസ്ഥയിൽ LDF എത്തി നിൽക്കുന്നു. പക്ഷേ LDFിൻ്റെ അണികളോ അവർക്കേക്കാൾ കൂടുതൽ തല കുനിച്ച് നിൽക്കുന്നത് ഇപ്പോൾ UDFിലെ ആളുകളാണെന്ന് പറയേണ്ടി വരും. ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ എത്രമാത്രം ഒരാഴ്ചയായിട്ട് നടക്കുന്ന തർക്കങ്ങളും ബഹളങ്ങളും നടക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് വിജയത്തിന് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ പലരും പറയുന്നത് ഡൽഹിയിൽ 50 ദിവസം എടുത്തല്ലോ BJPക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ, എന്നിട്ട് ഇവിടെ ഒന്നും ആയില്ലല്ലോ എന്ന്. സാർ, BJP എടുക്കട്ടെ, അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി തീരുമാനിക്കുക, നിങ്ങൾ BJP നോക്കിയാണോ തീരുമാനിക്കുന്നതെന്ന് വലിയ വിഭാഗം ആളുകൾ വേറെയും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും RJ ബാലാജി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പാർട്ടിയിൽ നിന്നും ഒരുപാട് പേർ CM ആകാൻ ശ്രമിച്ചു. അത്രമാത്രം കോൺടെസ്റ്റ് ആയിരുന്നല്ലോ. DMK സ്റ്റാലിൻ വരുന്നു, കുളത്തൂർ മത്സരിക്കുന്നു, AIDMKയിൽ നിന്നും വരുന്നു, ഇവിടെ TVKയിൽ നിന്ന് വരുന്നു, അങ്ങനെ ഒരുപാട് പാർട്ടിയിൽ നിന്നും ഒരുപാട് പേർ CM ആവാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി CMനെ കിട്ടി. സി ജോസഫ് വിജയാണ് അദ്ദേഹം. സി ജോസഫ് വിജയ് കറുപ്പ് എന്ന സിനിമയ്ക്ക് 9 AM ഷോസിന് ഫാൻ ഷോ ഒക്കെ അലോട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിർമ്മാതാക്കളായ ഡ്രീം വാരിയർ പിക്ചേഴ്സ് അതിന് Xലൊക്കെ പോസ്റ്റ് ചെയ്ത് വിജയ് സൈൻ ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് CM വിജയ് സൂര്യയുടെ പടത്തിന് ഹൗസ്ഫുൾ ഫാൻ ഷോ ചാർട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ ഏതോ വെർച്വൽ ലോകത്തൊക്കെ നടക്കുന്നത് പോലെ വിജയ് സൂര്യയും ക്ലാഷ്, ആരാധകർ തമ്മിൽ ക്ലാഷ് നിൽക്കുന്ന അതേ ആളുകൾ ഇപ്പോൾ തോളോട് തോളേറി നിൽക്കുന്ന ഇറ്റ്സ് എ ഗുഡ് സൈറ്റ്. ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ RJ ബാലാജി പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പാർട്ടിയിൽ ഒരുപാട് പേർ CM ആവാൻ ശ്രമിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഒരു പാർട്ടിയിൽ ഒരുപാട് പേർ CM ആവാൻ ശ്രമിക്കുന്നു എന്നാണ് RJ ബാലാജി കൊടുത്ത ആ കൊട്ട്. കേരളക്കും തമിഴ്നാട്ടുക്കും நிறைய கனெக்ஷன்ஸ் உண்டு. எல்லாமே ஒரு மாதிரி சிமிலரா தான் இருக்கும். இப்போ கூட ரீசெண்டா எங்க ஊர்ல நிறைய பார்ட்டில இருந்து நிறைய பேர் CM ஆக ட்ரை பண்ணாங்க. எங்க ஊர்ல ஒரே பார்ட்டில இருந்து நிறைய பேர் CM ஆக ட்ரை பண்ணிருக்காங்க. எங்களுக்கு ஒரு நல்ல CM கிடைச்சிட்டாங்க. உங்களுக்கு உங்களுக்கும் சீக்கிரமே ஒரு நல்ல CM கிடைக்கிறதுக்கு என்னோட வாழ்த்துக்கள். ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി വടംവലി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ആലോചിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കൊട്ടി. ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ സിനിമ സംവിധായകൻ കൊട്ടുന്നു. ഇതുപോലെ അടക്കം പറഞ്ഞും ഒതുക്കം പറഞ്ഞും പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ തന്നെ എത്ര പേർ ഇതുപോലെ പറയുന്നുണ്ടാവും. സ്വാഭാവികമല്ലേ? 8-9 ദിവസമായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. ആ തീരുമാനം ആവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ. ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നു, ഡൽഹിയിൽ നിന്ന് ചർച്ചകൾ, അവിടെ ഖർഗയുടെ വസതിയിൽ ചർച്ച, രാഹുൽ ഗാന്ധിയായിട്ട് ചർച്ച, പിന്നെ സോണിയാഗാന്ധിയുടെ ചർച്ച, പിന്നെ അതിനിടയിൽ AK ആന്റണിയായിട്ട് ചർച്ച, അതിനിടയിൽ 3 പേർ. ആ 3 പേരിൽ ആര്? സത്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പൊളിറ്റിക്സാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് LDF അണികൾ പറയുന്നത്. സ്വാഭാവികമാണ്, അവരങ്ങനെ തന്നെ പറയുമല്ലോ. കാരണം ഇപ്പോൾ തോൽവിയേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിന് വീണ്ടും കോൺഗ്രസിന് മേലുള്ള അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് RJ ബാലാജിയുടെ ഈ ഒരു പ്രസംഗവും കൂടി വരുന്നത്. പക്ഷേ ഇതിൽ രസകരമെന്ന് പറയട്ടെ, അവിടെ കൂടിയിരുന്ന എല്ലാ കാണികളും ഇത് ആവേശത്തോടു കൂടിയാണ് RJ ബാലാജിയുടെ വാക്കുകൾ കേട്ടത് എന്നത് പറയേണ്ടി വരും. കാരണം ഇവിടെയുള്ള ആളുകളും മടുത്തിരിക്കുകയാണ്. കാരണം എത്ര നാളായി ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഇത് ഇത്ര വലിയ ജനങ്ങൾ ഇത്രയധികം MLA-മാരെയും കൊടുത്ത് അധികാരത്തിലേറ്റിയതിനു ശേഷം അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുകയാണ്. KC വേണുഗോപാലാവട്ടെ AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, അദ്ദേഹം വരണമെന്ന് പറയുന്നു. ഇതേ KC വേണുഗോപാൽ ഈ ഇലക്ഷന് മുന്നേ പറഞ്ഞിരുന്ന കാര്യം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വടംവലി കൂട്ടില്ല എന്നുള്ളതാണ്. ഇതേ KC എന്നെ ഇപ്പോൾ രംഗത്തെത്തുന്നു. VD സതീശൻ 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ 41 കസേരയിൽ നിന്ന് UDFനെ 102ലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു. ഭരിക്കുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത് VD സതീശനാണ്. ജനവികാരം VD സതീശന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുള്ളത് മറ്റൊരു ടേം. മറ്റൊരു കാര്യം രമേശ് ചെന്നിത്തല 2021 UDF ആയിരുന്നു
അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി വിത്തൗട്ട് ഡൗട്ട്. അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് വരെ രമേശ് ചെന്നിത്തല ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ആ സമയത്ത് തുടർഭരണം സംഭവിക്കുന്നു, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. അവിടെ രമേശ് ചെന്നിത്തലയുടെ ആ ടേം കഴിഞ്ഞു. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ടേം ഇല്ല എന്നുള്ളതാണ് KC പക്ഷം പറയുന്നത്. അങ്ങനെ ഒരുപാട് അവിയലും പരുവുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ കൊച്ചിയിലായിരുന്നു, ഇപ്പോഴും കൊച്ചിയിലെ വസതിയിൽ നിൽക്കുകയായിരുന്നു പുലർച്ചെ വരെ. അവിടെ DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിൻ്റെ വലം കൈയാണ്, ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തുന്നു. അങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ സംവിധായകർ വന്നത് പറയുന്നത്. കാരണം ആളുകൾ ഇത് RJ ബാലജി പറഞ്ഞപ്പോൾ ഇത് ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്, ചിരിച്ചുകൊണ്ടാണ് ഇത് സ്വീകരിച്ചത്. കാരണം ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ പോയിട്ട് ആളുകൾക്ക് ഇപ്പോൾ ഇതൊരു തമാശയായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അതാണ് ഫാക്ട്, വിത്തൗട്ട് എ ഡൗട്ട്. എന്താ പറയുക, എന്തൊക്കെയോ അവിയൽ വരുമായിട്ട് നടക്കുന്ന ഒരു കോമാളി കളി നടക്കുന്നത് പോലെ പല ആളുകൾക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു മുഖ്യമന്ത്രിയായി ആര് വരുമെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ചോദ്യമില്ലാതിരിക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കോമാളി കളി കളിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണ് ജനത. അതുകൊണ്ടാണ് RJ ബാലാജിയുടെ വാക്കുകൾക്ക് RJ ബാലാജി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരവത്തോടു കൂടി അവിടെ കൂടിയിരുന്ന കേരളീയർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്ന് ആലോചിക്കുക. എന്തായാലും മൊത്തത്തിൽ കളിയാക്കലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.